ഈ ലോക വനിതാ ദിനത്തിൽ തെന്നിന്ത്യൻ സിനിമയിലെ ഒരു സവിശേഷമായ വ്യക്തിത്വത്തെയാണ് മാതൃഭൂമി ന്യൂസ് പരിചയപ്പെടുത്തുന്നത്. 900 സിനിമകൾ ഏതാണ്ട് 4 പതിറ്റാണ്ടായി സിനിമയിൽ സജീവമായി നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, ആൾ മലയാളിയാണ്. തൃശ്ശൂർ ഒല്ലൂരാണ് സ്വദേശം. ആളെൻ്റെ അടുത്തുണ്ട്. കോവൈ സരള എന്ന് പറഞ്ഞറിയപ്പെടുന്ന തൃശ്ശൂർ ഒല്ലൂർ സ്വദേശിനിയായ സരള മേഡമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വാസ്തവത്തിൽ ജയറാം മേഡനാണ് മേഡത്തിൻ മലയാളിയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അതും ഒരു സ്റ്റേജ് ഷോയിൽ വെച്ചിട്ട് തൃശ്ശൂർ മരത്താക്കര സ്വദേശിനിയാണ് സരള മേഡം എന്ന് പറയുന്നു. മരത്താക്കര എന്നാണ് ജയറാം എന്ന് വിളിച്ചത്. അങ്ങനെയാണ് വാസ്തവത്തിൽ എല്ലാവരും. പോരെ, ഓക്കെ, താങ്ക് യു. അകത്തേക്ക് പോ. മേഡം ശരിക്ക് ജയറാമേട്ടൻ്റെ മരത്താക്കര എന്നുള്ള വിളിയാണ് ഞങ്ങളെ മേഡത്തിന്റെ സാലിഗ്രാമിലുള്ള ഈ വീട്ടിലെത്തിച്ചത്. കാരണം മേഡം മലയാളിയാണെന്ന് ഉള്ള കാര്യം പറയാലോ, ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. എങ്ങനെയായിരുന്നു തൃശ്ശൂർ മരത്താക്കരയിൽ നിന്ന് ഈ സാലിഗ്രാമിലേക്ക് എത്തിയത്? നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ മാതൃഭൂമി ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നല്ലേ? അതെ, വളരെ സന്തോഷമാണ്. എന്താ, എൻ്റെ പൂർവികം അച്ഛൻ്റെ വന്നിട്ട് തൃശ്ശൂർ ഒല്ലൂർ അഞ്ചേരിയാണ്. അച്ഛൻ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ വന്ന് സെറ്റിലായി. അപ്പം ഞാൻ ജനിച്ച എല്ലാം കോയമ്പത്തൂരാണ്. ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം അവിടെയാണ്. അങ്ങനെയാണ് ഞാൻ മലയാളി പറഞ്ഞ ആർക്കും അറിഞ്ഞൂടാ. ഈ കോവയിൽ നിന്ന് വരാൻ കാരണം? അതെ, കോയമ്പത്തൂര്. അപ്പോൾ ഈ ഇവിടെ ഉള്ള പ്രസ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് കോവയിന്ന് വെച്ചു. ശരി, അപ്പോൾ അത് കോവൈ ആയിക്കോട്ടെ, അത് കോവൈ സരളമായി. MGRനോട് ആരാധന തോന്നിയ കുട്ടി പിന്നീട് സിനിമയിലൂടെ ഉയർന്ന് മുഖ്യമന്ത്രിയായിരുന്ന MGRന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങി. അതെ അതെ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത്? അല്ല, തമിഴിൽ വന്നിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, തമിഴിൽ MGR ശിവാജി പറഞ്ഞാൽ ഭയങ്കര ഫാൻസ്. അപ്പോൾ ഞാൻ MGRന്റെ ഫാനായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചെറുപ്പം ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട്. അപ്പോൾ MGR വന്നിട്ട് അപ്പോഴാണ് പുതിയ ഒരു കക്ഷി പോളിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പുള്ളി വരുന്നത് ഒരു അലങ്കാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അവിടെ കോയമ്പത്തൂരിലുണ്ട്. അപ്പോൾ പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ രാവിലെ 7 മണിക്കൊക്കെ സ്കൂൾ യൂണിഫോം അങ്ങനെ പോകും. സ്കൂളൊക്കെ പോവില്ല ഞാൻ. അപ്പോൾ പുള്ളിയെ കാണാൻ പറഞ്ഞിട്ട് ഡെയിലി പോയി വാസലിൽ നിൽക്കും. പുള്ളി പോകുമ്പോൾ ഒക്കെ ടാറ്റ കാണിച്ചിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ പോകും. അപ്പം അങ്ങനെ അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഒരു പുള്ളി MGR വന്നിട്ട് ഒരു 10 ദിവസം അവിടെ ഇരിക്കുമ്പോൾ ഡെയിലി എന്നെ കാണുമ്പോൾ ഈ കുട്ടി ആരാണ് അത് വെച്ച് ഒരു ദിവസം വിളിച്ചു. അപ്പം ഞാൻ പേടിച്ചു, ഇത് എന്താ ഇത് നമ്മളെ വിളിക്കണോ, എവിടെയാണ് തമിഴിൽ തന്നെ ചോദിച്ചത്. എൻ്റെ പേര് ഞാൻ സരളകുമാരി എന്ന് പറഞ്ഞു. എവിടെയാണ് പഠിക്കണം? അപ്പോൾ സ്കൂളിൽ പോകണില്ലേ? എല്ലാം പോയില്ല, നിങ്ങളെ നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് സ്കൂളിൻ്റെ അഡ്രസ്സൊക്കെ മേടിച്ചു. എനിക്ക് ഭയങ്കര പേടിയായി, ഇനിയിപ്പോൾ സ്കൂളിൽ പോയിട്ട് വല്ല കംപ്ലൈൻ്റ് ആവോ എന്ന് പറഞ്ഞിട്ട്. അന്ന് നോക്കിയാൽ പിന്നെ അടുത്ത വർഷം എനിക്ക് പഠിക്കാൻ ഫീസ് അയക്കുന്നുണ്ട്. എനിക്കപ്പോൾ അത് ഭയങ്കര ഷോക്കാണ്. അപ്പോൾ സ്കൂളിൽ അപ്പം തന്നെ ഭയങ്കര ഫേമസ് ആയി ഞാൻ, MGR പഠിക്കാൻ കുട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 9-10 വരെ എനിക്ക് പൈസ അയച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചില്ല, പക്ഷേ പുള്ളി എല്ലാം അന്വേഷിച്ചിട്ട് പിന്നെ അതായത് ഇത്ര ഫാനായിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ, നീ സ്കൂൾ പഠിക്കുക, എന്നിട്ട് നീ വലുതാകുമ്പോൾ ഞാൻ സിനിമയിൽ ചേർത്താമെന്ന് പറഞ്ഞു. ഭാഗ്യരാജ് സാർ നമ്മുടെ വീട്ടിൻ്റെ അടുത്തായിരുന്നു, നമ്മുടെ ഫാമിലി ഫ്രണ്ടായിരുന്നു. അപ്പം അങ്ങനെ പുള്ളിക്കറിയാം ഞാൻ അഭിനയിക്കുന്നത് ഭയങ്കര താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനും സുഖമില്ലാന്ന് പറഞ്ഞിട്ട് പുള്ളി കാണാൻ വന്നു വീട്ടിലേക്ക്. അപ്പോൾ ചോദിച്ചു എന്നോട് എന്താ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പഠിത്തം കഴിഞ്ഞു, ഇപ്പോൾ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പോയിട്ട് ഒരു ഇതായിട്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ ഇതിൽ അഭിനയിക്കാനല്ല നിങ്ങളെല്ലാം ഹീറോയിൻ ആക്കാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അപ്പോൾ ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ കോപിശെട്ടിപ്പാളയത്താ ഷൂട്ടിങ്. അപ്പോൾ ഞാൻ കോയമ്പത്തൂരിന്ന് കോപിശെട്ടിപ്പാളയം പോയി. അപ്പോഴാണ് അതിൽ ഊർവശി പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പൊടിയാണ് ഹീറോയിന്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ പരിചയമില്ല. അപ്പം ഞാൻ അതിലൊരു ക്യാരക്ടർ, ഈ മുരിങ്ങക്കായ് ഡ്രം സ്റ്റിക്ക് ഇല്ലേ, മുരിങ്ങക്കായ് പറഞ്ഞിട്ടുള്ള ഇത് എൻ്റെ അടുത്ത് നിന്നാണ് ആദ്യം സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആയി. അപ്പോൾ ആ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നു. ഇവിടെ ഈ കോമഡി ക്യാരക്ടർ ചെയ്യാൻ ആളില്ല, അപ്പോൾ ആച്ചിയമ്മ അതിന് ശേഷം ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ കാമഡി എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങനെയൊക്കെ കാണിക്കണമല്ലോ. എനിക്കത് കുറച്ച് ഒരു ഷൈ ആയിട്ടുണ്ടായിരുന്നു. ചേർന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ പടം വൈദേഹി കാത്തിരുന്നത്. അപ്പോൾ ആ പടം ഹിറ്റായപ്പോൾ ഭയങ്കര പേരായി, ഇതാരാ ഒരു പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം ആക്ട് ചെയ്ത എല്ലാ പടങ്ങളും സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. ഉദയഗീതം, ഉയരെ ഉണക, അങ്ങനെ കുറേ തമിഴ് പടങ്ങൾ എല്ലാറ്റിലും കോമഡി ചെയ്യാൻ തുടങ്ങി ഞാൻ. പെട്ടെന്നൊരു പ്രാവശ്യം ബെസ്റ്റ് കോമഡി ആർട്ടിസ്റ്റ് എന്നൊക്കെ എല്ലാം അവാർഡ് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. 900 സിനിമകൾ, 41 വർഷം.
ഞാൻ ഈ 900 സിനിമ എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് സിനിമയിൽ. ഇനി എന്ത് 4 പതിറ്റാണ്ട് ആയോ? എനിക്ക് ഇന്നലെ വന്ന പോലെയാണ്. അച്ചീവ്മെന്റ് ഇങ്ങനെ ഇതുവരെ പോണം അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല, ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിട്ടാണ് 40 വർഷം എന്ന് പറയുമ്പോൾ 40 വർഷമായി നമുക്ക് ഡെയിലി പുതിയതായിട്ട് ജനിക്കുന്ന പോലെയാണ്. വിജയകുമാറിൽ തുടങ്ങി കമലഹാസനിലൂടെ പുതിയ തലമുറയായ അജിത്ത് വിജയ് അതിലൂടെ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഇന്ന് വരെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലില്ല, എല്ലാം ദൈവത്തിന്റെ ഇതാണ്. ഇപ്പൊ എത്ര സിനിമ അഭിനയിക്കുന്നുണ്ട്? ഇപ്പൊ പ്രസന്റിൽ വന്നിട്ട് തെലുങ്കില് ഒരു ചാനൽ ZTV ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 പടം ഓർമ്മയില്ല പേര്. തമിഴിൽ വന്നിട്ട് ഇപ്പൊ പ്രസന്റിൽ ഒരു കുറെ പടങ്ങൾ റിലീസിനുണ്ട്. ഓർമ്മയില്ല, അത്ര എണ്ണം ഉണ്ട്. അണ്ടർ പ്രൊഡക്ഷൻ വന്നിട്ട് ഒരു 10 പടം ഉണ്ടാവും. പക്ഷെ എല്ലാമേ വന്നിട്ട് പുതിയ ഡയറക്ടേഴ്സ് ആണ്. പുതിയ ഇപ്പൊ സിനിമ മുമ്പിലത്തെ പോലെ ഇല്ല. ഞാനൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ സിനിമ നല്ല ഹെൽത്തി ആൻഡ് വെൽത്തി ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ടൈം പാസിങ്. അപ്പൊ നമ്മൾ വിളിക്കണം, പോയി ചെയ്യണു, അത്രേ ഉള്ളൂ. ആരോട് സംസാരിക്കാതെ വീട്ടിൽ 4 ചമറിന്റെ ഉള്ളിൽ ഇരിക്കാൻ ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ഞാൻ ഈ TV കാണലൊന്നും എൻ്റെ അടുത്തില്ല. ഞാൻ TV സീരിയൽസോ പിന്നെ ഷൂട്ടിങ് എന്താ പറഞ്ഞാൽ ഷൂട്ടിങ്ങില്ല പറഞ്ഞാൽ മിണ്ടാതെ വീട്ടിലിരിക്കുക. എല്ലാവരും ചോദിക്കുക എന്നോട് എന്താ ചെയ്യുന്നത്. ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയും. വെള്ളത്തിന് ഒരു 3 പടം 4 നിറം ആദ്യം. അതെ, അത് പിന്നീട് കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്, പിന്നെ മാഡ് ഡാഡ് എന്ന് പറഞ്ഞ ഒരു പടം, പിന്നെ വേറെ ഏതോ ഒരു മലയാള പടം ചെയ്തു. അതിനുശേഷം മലയാളത്തിൽ ചെയ്തില്ല. കന്നഡത്തിൽ ഒരു 6-7 പടം ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 100 പടം ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം തമിഴാണ്. ആരാണ് ഒരു കംഫർട്ട് ആക്ടറായിട്ട്? അല്ല, നമുക്ക് ഒരു കംഫർട്ട് നോക്കിയാൽ അത് ശരിയാവില്ല. നമ്മൾ അവരോടൊക്കെ നമ്മൾ കംഫർട്ടായിട്ട് നമ്മളെ മാറ്റണം. അതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും എല്ലാം. ഫസ്റ്റ് സിൻസിയറിറ്റി ആൻഡ് റെസ്പെക്റ്റ്, ഇതാണ് ആവശ്യം. എന്നിട്ട് നമ്മൾ ടൈമിങ്, പങ്ക്ച്വാലിറ്റി, ഇത് 3 ഉണ്ടാവണം ആരായാലും. ഏത് തരം ആർട്ടിസ്റ്റ് വന്നാലും നമ്മൾ അവരോട് മിങ്കിളാവണം. അതാണ് സാധാരണ ഉള്ള ഈ ഹാസ്യ റോളുകൾക്ക് അപ്പുറത്തായിരുന്നു സെമ്പി. അത് വന്നിട്ട് കുറച്ച് എനിക്കൊരു ഭയങ്കര ചാലഞ്ചിങ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര പേടിച്ചു. എനിക്കത് അഭിനയിക്കാൻ വരുമോ? ഡയറക്ടർ വന്ന് കഥയൊക്കെ പറഞ്ഞു, ഇതിപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് അഭിനയിക്കാൻ വരുമെന്ന് അറിഞ്ഞില്ല, പേടിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് നിങ്ങളിങ്ങനെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് എനിക്കത് ഒരു ടെൻഷനായിരുന്നു. നമ്മൾ എന്ന് വെച്ചാൽ ക്വൈറ്റ് ഓപ്പോസിറ്റ്. ഞാൻ ഇതുവരെ ചെയ്തത് വരെ ഈ പടം ക്യാരക്ടർ പറയുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു സ്ലോ ആക്ഷൻസ് ഞാൻ ഭയങ്കര ഫാസ്റ്റാണ് എപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത്രയും കാലം ഞാൻ തന്നെ എന്നെ ഏമാറ്റിയതാണ് അല്ലേ. അപ്പോൾ എത്ര ഈസി ആയിട്ടുള്ള ഈ ക്യാരക്ടേഴ്സ് തൊട്ടിട്ട് എന്തിനാണ് ഞാൻ ഭയങ്കര ഹെവി ആയിട്ടൊക്കെ അന്നൊക്കെ ആലോചിച്ചു. ഈ കമലഹാസൻ സിനിമയിലൊരു പ്രധാന ഭാഗവാക്കായിരുന്നു മാഡത്തിൻ്റെ ജീവിതത്തിൽ. അത് വന്നിട്ട് പുള്ളി വന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം അതാണ് ഇപ്പം നമ്മൾ ഒരു ലെജൻസിനെ കാണുമ്പോൾ അവരുടെ അടുത്തുള്ള ഈ നല്ല ഗുണാതിശയങ്ങൾ നമ്മൾ നോക്കണം. അതുപോലെയാണ് ജയറാം സാറും. നിങ്ങളിപ്പോൾ എന്നെ അറിയുന്നത് ജയറാം സാർ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇന്ന് നിറയെ പേര് എന്നോട് ചോദിക്കും മലയാളിയാണ്. പുള്ളി പറഞ്ഞതിന് ശേഷം അത് എല്ലാവർക്കും അറിയുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കമൽ സാറും. അപ്പോൾ നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ പുള്ളി ഭയങ്കര ജോളിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്തുള്ള നല്ല നല്ല ഒരു സ്വഭാവങ്ങളെ നമ്മൾ ലെസണായിട്ട് നമ്മൾ മാറ്റുക. ഞാൻ അങ്ങനെയാണ് ഇതുവരെ ട്രാവൽ ചെയ്യുന്നത്. ഒരുപാട് ഹാസ്യ സാമ്രാട്ടുകളുടെ കൂടെ അഭിനയിച്ചു. ബ്രഹ്മാനന്ദം, വടിവേലു, കൗണ്ടമണി, പിന്നെ ഇപ്പോൾ വിവേക് വരെ. ഇതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായിരുന്നത് ആരോടൊപ്പം അഭിനയിക്കുമ്പോഴാണ്? അല്ല, എല്ലാവരും ഒരു ഭയങ്കര ടാലൻറ്റഡ് പേഴ്സൺസ് ആണ്. ബ്രഹ്മാനന്ദ സാറിൻ്റെ കൂടെ ഒരു 75-60 പടം അഭിനയിച്ചിട്ടുണ്ടാകും. സോ വടിവേലിൻ്റെ കൂടെ അതുപോലെ ആയിരിക്കും. വിവേകിൻ്റെ കൂടെ അങ്ങനെയായിരുന്നു. പിന്നെ കുറേ ഓരോരുത്തർ ഓരോ ടൈമിങ് സെൻസാണ് അവർക്കൊക്കെ. അപ്പോൾ അവരുടെ കൂടെ ഈക്വലായിട്ട് അഭിനയിക്കാൻ നമ്മൾ അതിൽ എന്താ വെച്ചാൽ നമ്മൾ പാക്ക് ആവണം. അങ്ങനെ ഇവിടെ വെണ്ണീറാടി മൂർത്തി പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവർ ഒരു ഭയങ്കര സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റാണ്. പുള്ളിയുടെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ടൈമിങ് സെൻസാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി ഇരിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ജാളിയാണ്. അപ്പോൾ ഞാനും പുള്ളി ആക്ട് ചെയ്ത പടങ്ങളെല്ലാം കണ്ട് ഞാൻ തന്നെ ചിരിക്കും. ഞാൻ എന്താ വെച്ചാൽ എന്നെ കണ്ട് ചിരിക്കില്ല, പുള്ളിയെ കണ്ട് ചിരിക്കും. ഹിറ്റായിരുന്ന നിറത്തിൽ നല്ലൊരു റോള് ഉണ്ടായിരുന്നു. മലയാളത്തിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? എന്നാ മാതൃഭാഷ പിന്നെ അതില്ലേ. പക്ഷെ അവർ ഭയങ്കര നാച്ചുറലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ നിറയെ മലയാള പടം കാണും. ഞാൻ വീട്ടിലിരുന്ന കാണുന്ന മിക്കവാറും മലയാള പടങ്ങൾ. അപ്പോൾ അതാ എനിക്ക് ഇഷ്ടം. മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? ഫഹദ് ഫാസിലുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ആക്ട് ചെയ്ത ഒരു എന്താ ട്രാൻസ്, ആ പടമൊക്കെ കണ്ടിട്ട് ഭയങ്കര എനിക്കൊരു അത്ഭുതമാണ്. ട്രാൻസ്, പിന്നെ വേറെ നിറയെ പടങ്ങളുണ്ട്. ഞാൻ മോഹൻലാൽ സാറിന്റെ ഭയങ്കര ഫാനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം.
അപ്പം മമ്മൂട്ടി സാർ കൂടെ, അതുപോലെ ദിലീപ്, അയ്യോ ചാൻസേ ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജയറാം സാറ്, ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടാലൻറ്റഡ് പേഴ്സൺസ്. ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ ഏതാ? ഈ 4 ഭാഷകളിലാണ് തകർത്തോണ്ടിരിക്കുന്നത്. ഞാൻ തെലുങ്ക് പടം ചെയ്താൽ എനിക്ക് തെലുങ്കിൽ തന്നെ അഭിനയിക്കണമെന്ന് തോന്നും. തമിഴ് വരാത്ത പോലെ ഉണ്ടാവും. 2 ദിവസം വന്നിട്ട് തമിഴ് സംസാരിക്കാൻ കുറച്ച് സ്ട്രക്കാവും എനിക്ക്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ശീലം. വളരെ പ്രത്യേകതയുള്ള ശബ്ദമാണ് മാഡത്തിൻ്റെത്. ഇത് വെച്ച് 2-3 പാട്ട് പാടിയിട്ടുണ്ട്, അതിലൊന്ന് ഭയങ്കര ഹിറ്റും ആയിട്ടുണ്ട്. അയ്യോ, ആ സാങ് ഭയങ്കര ഒരു കോമഡി ആയിരുന്നു. ആ ഷാജഹാൻ പടത്തിൽ, അത് വിജയ് സാർ ഹീറോ ആണ് അതിൽ. അപ്പോൾ ആ പടത്തിൽ എനിക്കും ഡയറക്ടർക്കും ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായി. എന്നാൽ പ്രശ്നമല്ല, ഞാൻ ഈ ഒരു സാധാരണമായിട്ട് ഈ ട്രെയിനിലൊക്കെ നമ്മൾ എന്താ പറയുക, പിക്ചർ അല്ല പറയാ, അപ്പോൾ അതെടുക്കുമ്പോൾ അവരുടെ ഒരു ധ്വനി വേറെയാണ്. അവർ നമ്മൾ പാടുന്ന പോലെ ഇല്ല, അവർ പാടുന്നത് അവരുടെ വായിസിലാണ് പാടും. അവർ കേൾക്കാൻ രസമായിട്ടുണ്ടാകും. എനിക്കതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സ്നേഹിതനെ സോങ്ങില്ലേ, അത് ഭയങ്കര ഹിറ്റായ ഒരു സോങ്ങാണ്. അപ്പം ഞാൻ ആ ക്യാരക്ടറിനെ വേണ്ടിയിട്ട് ആ പാട്ട് പാടുമ്പോൾ ഡയറക്ടർ പറഞ്ഞു, അയ്യോ 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 ഇങ്ങനെയൊന്നും വേണ്ട, അത് ഭയങ്കര ഹിറ്റ് സോങ്ങാണ്. ഇതൊക്കെ കേട്ടാൽ പിന്നെ അവർ റഹ്മാൻ സാറൊക്കെ ദേഷ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ പറയുന്ന പോലെ അല്ല, ഈ സോങ് ഈ സ്റ്റൈലിൽ പാടിയാൽ ഇത് ഇനിയും വേറെ സ്ഥാനത്ത് എത്തും. അപ്പോൾ ഇല്ല വേണ്ട, നല്ല സോങ്ങാണ്, നിങ്ങൾ പാടിയിട്ട് ചീത്തയാക്കല്ല അതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഇത് പാടിയിട്ട് ഇത് ഹിറ്റായില്ലെങ്കിൽ ഇതിൻ്റെ ചിലവ് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് പാടിയതാണ് ആ 2 ലൈൻ. സ്നേഹിതനായി സ്നേഹിതനായി രഹസ്യ സ്നേഹിതനായി, ഇതങ്ങനെയാണ്. അതൊരു വേറൊരു സ്റ്റൈലത്. ഇങ്ങനെ ആവശ്യപ്പെടുമ്പോഴേ ഇങ്ങനെ ഒരു ടോണൊക്കെ എങ്ങനെ വരുന്നുള്ള അല്ല, നമുക്കറിഞ്ഞൂടാ, അത് അങ്ങനെ വരും. അന്ന് കത്ത് നിന്ന നടി മനോരമയുടെ സ്പേസിലേക്ക് പതിയെ മാഡം എത്തി. ഞാൻ വരുമ്പോൾ ഞാൻ അവരെ സ്ഥാനം പിടിക്കണമെന്ന് എപ്പോഴും അങ്ങനെ ആശിക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ പറയണത് ഞാൻ കേൾക്കണം, അത്ര. അപ്പോൾ നമുക്ക് അവരുടെ സ്ഥാനം പിടിക്കണം, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് അങ്ങനെയൊന്നുമില്ല, പോയിക്കൊണ്ടിരിക്കുക, അത്ര. ഈ 900 സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഇങ്ങനെ ഓട്ടോ ആയിരിക്കും. റൗണ്ട് ദ ക്ലോക്ക് ആയിരിക്കും ഷൂട്ടിങ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങിയ അങ്ങനെ ഒരു 7-8 ഷൂട്ടിങ്, 7-8 ഷൂട്ടിങ്ങിലും 7-8 ഗെറ്റപ്സ്, വേറെ ഗെറ്റപ്സ് ചെയ്തിട്ട് രാവിലെ വരും. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ പടം കഴിഞ്ഞ് അത് ആ പടത്തിന് 2 hours, ഈ പടത്തിന് 3 hours, ഇങ്ങനെ അവേഴ്സ് കണക്കിൽ ആക്ട് ചെയ്ത കാലങ്ങളൊക്കെ ഉണ്ടായി. ലൊക്കേഷൻ ടു ലൊക്കേഷൻ. ഉറക്കം വരുമ്പോൾ കാറിൽ കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ റെഡിയാകും. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ സിനിമ ഒന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെന്നൈയാണോ കോയമ്പത്തൂരാണോ? എനിക്ക് കേരളം ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ചെടികളും മരങ്ങളൊക്കെ തൊടി. കേരളത്തില് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? നമ്മള് ഗുരുവായൂരിൽ മേടിച്ചത്. ഗുരുവായൂർ ഞാൻ കൊല്ലം ഗുരുവായൂർ പോകും. അപ്പോഴാണ് കഴിഞ്ഞ 10 ദിവസത്തിന് മുമ്പ് പോയിട്ട് വന്ന് പിന്നെ അമ്പലത്തേക്ക് പോകും. അവിടെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോകും, കമ്പൽസറിയാണ് അത്. ഞാൻ എപ്പോൾ മദ്രാസ് വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ട്, മിസ്സായിട്ടില്ല ഇതുവരെ. പോയില്ലെങ്കിൽ പിന്നെ പുള്ളി എന്തെങ്കിലും പറയും നമ്മളെ. ഇത്രയും നാളെ ഇനിയുള്ളൊരു ലക്ഷ്യം എന്താണ്? ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുക, ഇങ്ങനെ ഇനി എന്താ ചെയ്യുക പറയും, നിങ്ങൾ എന്നെ പറയും. നമ്മൾ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഡെയിലി ട്രാവലിങ് തന്നെ. ഞാൻ എപ്പോഴും നമുക്ക് വയസ്സായി, ഇനി വയസ്സായി എന്താ ചെയ്യും, അങ്ങനെയല്ല ഒന്നുമില്ല. ഇന്ന് ജനിച്ചതുപോലെ ഇന്ന് എണീറ്റു, ഇന്ന് ഈ പണി ചെയ്തു, നാളെ നോക്കാം, മാത്രമേ ഉള്ളൂ. സിനിമയിൽ ഇനി കൂടുതൽ ലക്ഷ്യങ്ങളുണ്ടോ? സിനിമയിൽ ഞാനിപ്പോൾ കുറച്ച് സെലക്ട് ചെയ്തപ്പോൾ ചെയ്യുന്നത്. ചുമ്മാ വെറുതെ പോയി ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്? അപ്പം നല്ല ക്യാരക്ടറായിട്ട് വരുമ്പോൾ നല്ല ക്യാരക്ടർ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണേ, അങ്ങനെയാണ്. കഷ്ടപ്പാടിൽ ജനിച്ചത് കാരണം നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ 4 പേർക്ക് ഹെൽപ്പ് ചെയ്യണം. ഈ കഷ്ടത്തിൻ്റെ ഈ ടേസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഡെയിലി അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു സന്തോഷമുണ്ട്. നമ്മൾ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുക, ഇല്ല ആർക്കെങ്കിലും ഒന്ന് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷം. അത് ഞാൻ പറയാറില്ല. ഉണ്ട്, എല്ലാം സ്ട്രഗിളാണ്. സ്ട്രഗിൾ ഇല്ലാതെ കണ്ടത് നമുക്കെല്ലാം ഒരു കമ്പിമേലെ നടക്കുന്ന പോലെ. റോട്ട് സർക്കസ് കാണിക്കില്ല പിള്ളേർ, ഈ കമ്പിയിൽ, അതുപോലെയാണ് ജീവിതം. നമ്മൾ ഓരോ പടവും നമുക്കതാണ്. അപ്പം നമുക്ക് ആ സമയത്ത് എന്താ പറയുക, അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ഈ പടം ഹിറ്റാകുമ്പോൾ ഓരോരോ പടം ഹിറ്റാക ഈ ഡോമിനേഷൻസ് നമ്മളെ ഇല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങി. അതാണ്. അപ്പോൾ ഈ മെയിൽ ഡോമിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്. ബോളിവുഡിലേക്കൊന്നും കുറേ പടങ്ങൾ ചോദിച്ചു എനിക്ക്. അതിന് ഒരു 50 ദിവസം 60 ദിവസമൊക്കെ ചോദിക്കുന്നു. ഇവർക്ക് ഈ 60 ദിവസം കൊടുക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ 30 പടം കഴിയും എനിക്ക്. മാഡം, ഇന്ന് ലോക വനിതാ ദിനമാണ്. കാരണം ഒരുപാട് വനിതകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന ലൈഫാണ് മാഡത്തിൻ്റെത്. വനിതാ ദിനം പറയുന്നത് നമുക്ക് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം, ഞാൻ എപ്പോഴും എവറി ഇയർ എവറി ഡേ എല്ലാം വനിതാ ദിനമാണ്. വനിത ഇല്ലെങ്കിൽ, ലേഡീസ് ഇല്ലെങ്കിൽ ഈ ലോകമില്ല.
അപ്പോൾ ഓരോരോ പുരുഷന്മാർക്കും ബാക്ക് ബോണായിട്ടുള്ളത് ലേഡീസാണ്. അപ്പോൾ ലേഡീസ് എല്ലാവിധ പോസ്റ്റുകളും അവർ ചുമക്കുന്നുണ്ട്. ഒരു കുട്ടിയായിട്ട്, പിന്നെ ഒരു ചെറിയ പെണ്ണായിട്ട്, ഒരു മരുമകളായിട്ട്, ഒരു അമ്മയായിട്ട്, ഒരു തള്ളയായിട്ട്, അമ്മയായിട്ട്, അമ്മമ്മയായിട്ട്, അങ്ങനെ കുറേ പോസ്റ്റിങ്. അത് പിന്നെ ജെൻസിനുണ്ട്. എങ്കിലും ഇവരാണ് ഈ ടോട്ടൽ ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഒരു ആൺ സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ പെണ്ണാണ്. അപ്പോൾ ഈ പെണ്ണിന് വേണ്ടിയിട്ട് ഒരു വിമൻസ് ഡേ ഒരു ദിവസം ചെയ്യുന്നത് പോരാന്നാണ് ഞാൻ പറയും. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ബോൾഡായിട്ട് നമ്മൾ ചെയ്യുന്ന പണി ചെയ്തുകൊണ്ടേ. ഇത് മാഡത്തിൻ്റെ വീടിൻ്റെ താഴത്തെ മുറിയാണ്. ഇവിടെയാണ് 4 പതിറ്റാണ്ട് കാലത്തെ ചലച്ചിത്ര സഭരിക്ക് കിട്ടുന്ന പുരസ്കാരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ഏത് സിനിമയിലെ? ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ എടുത്ത ഫോട്ടോ. 83. ഇത് പിന്നെ സതിലീലാവതി കമൽ സാറും ഞാനും. ഇത് പിന്നെ ചിന്നവീട് പറഞ്ഞിട്ട് ഭൈരവ സാറിന്റെ അമ്മയായിട്ട് അപ്പോ 85-ൽ ആക്ട് ചെയ്ത ഇത്. അതിൽ കൽപ്പനയാണ് ഹീറോയിനായിരുന്നു ആ പടത്തിൽ. ഇതൊക്കെ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്തുള്ള കുറച്ച് അപ്പോഴൊക്കെ ഇങ്ങനെയല്ല നിൽക്കുക. ഇതാ ഞാൻ അഭിനയിക്കാൻ വേണ്ടിട്ട് ഫോട്ടോജനിക് ഫേസ് ഉണ്ടോന്ന് നോക്കിയത്. അതെ, ഒരുപാട് മാറി. എന്റെ കൊറേ ഷീൽഡ് അവിടെ ഉണ്ട്, ആ റൂമിലുണ്ട്. പക്ഷെ അവിടെ ലൈറ്റ് ഉണ്ടോന്ന് അറിഞ്ഞൂടാ, മുകളിലുണ്ട്. അപ്പൊ ഇതൊന്നും കുറച്ച് ഞാൻ നീറ്റാക്കിയിട്ടില്ല. ഒരു മിനിറ്റ്. ഇവിടെ ഇതൊക്കെ തെലുങ്കൊക്കെ ഉണ്ട്, തെലുങ്ക് കുറെ ഉണ്ട്. പിന്നൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ വീടൊന്നും ശുദ്ധമായിട്ടില്ല. ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫോട്ടോ ഭയങ്കര രസമേ. ഇത് വന്നിട്ട് സൺ ടിവിയില് അവര് എനിക്ക് ഒരു ഇതായിട്ട് കൊടുത്താണ്. കാഞ്ചന സമയത്ത് ഇത് ഫുള്ളായിട്ട് എന്റെ ഫേസ് തന്നെ. അതുണ്ടോ? അത് അതെന്റെ ചേച്ചിമാര്. ഇതമ്മ അമ്മ എന്നെ എടുക്കണ അവിടെ. എന്നാലും ഇവിടെ ഒരു പത്മ അവാർഡിന്റെ കുറവുണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ എതിർന്ന് നോക്കുന്നില്ല. നമുക്ക് ഏത് കിട്ടും അതുകൊണ്ട് സന്തോഷിക്കാം. കഴിച്ചാൽ അത് ഹാപ്പി. ഇതിനേക്കാൾ ചെറിയ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അത് എനിക്കെന്താ പറയാ, നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അത് വെച്ചിട്ട് എന്താ ചെയ്യാ? എനിക്ക് ഒരു തൃശ്ശൂർ സ്ലാങ് കടന്നു വരുന്നത് അതുണ്ട്. അത് കോയമ്പത്തൂരാണോ? അല്ല, തൃശ്ശൂരും കലക്കും. ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂരും വരും. എങ്കിലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു പത്മശ്രീയോ അല്ലെ എന്തെങ്കിലും ഒരു അവാർഡ് അത് കിട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഒന്നുമില്ല അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു അവാർഡ് എനിക്ക് കിട്ടണോ എന്ന് വെച്ചാൽ, ആ അവാർഡ് കൊണ്ട് ഞാൻ ഒരു ചെറിയ കുട്ടിയെ പഠിപ്പിക്കാനുള്ള ഒരു റെക്കമെൻഡേഷൻ, ഞാൻ ഒരു ലെറ്റർ കൊടുത്താൽ ആ കുട്ടിക്ക്, ഒരു കുട്ടിക്ക്, ഒരു വസതിയില്ലാത്ത കുട്ടിക്ക് ഒരു സീറ്റ് കിട്ടിയ അതാണ് എനിക്ക് അവാർഡ്. ഒരു വയസ്സായവർക്ക് ആർക്കെങ്കിലും ഒരു മുതിയോർ ഓൾഡ് ഏജ് ഇതിൽ ഹോം ഏജിൽ വന്നിട്ട് അവരെ ചേർക്കുകയാണെങ്കിൽ അത് നമ്മുടെ കത്തുണ്ടെങ്കിൽ നമ്മുടെ ലെറ്റർ കൊടുത്താൽ അവർ ഫ്രീ ആയിട്ട് ചേർക്കണമെന്ന്. അതാണ് എനിക്ക് അവാർഡ്. അപ്പം ഞാൻ അങ്ങനത്തെ അവാർഡ് ആശിക്കുന്നു. ഈ കോയമ്പത്തൂരും തൃശ്ശൂർ സ്ലാങ്ങുകളും നമ്മളൊരുപാട് വ്യത്യാസം. ഒന്ന് സംസാരിക്കാം. തൃശ്ശൂർ സ്ലാങ്ങുകൾ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്തുണ്ടായി പറഞ്ഞു എന്താ അങ്ങനെ ഒരു. പക്ഷെ ഓപ്പോസിറ്റിൽ സംസാരിക്കുന്ന വെച്ചാൽ ഞാൻ സംസാരിക്കും. നിങ്ങൾ തൃശ്ശൂർ കൊണ്ട് സംസാരിച്ചാൽ അത് സംസാരിക്കും. കോയമ്പത്തൂർ വെച്ച് സംസാരിക്കും. കോയമ്പത്തൂർ സ്ലാങ് എങ്ങനെയത്? എന്നത്തന്നെ சொல்றது ஏனுங்க நீங்க சும்மா அதையே கேட்டுக்கிட்டு ஏன் கோயம்புத்தூர் பாஷை யாருக்கு தெரியாது? 6 வயசுனாலும் புரிஞ்சுக்குவாங்க. ഇതാണ് കോയമ്പത്തൂർ. മറ്റ് സ്ലാങ്ങിൽ നിന്ന് വ്യത്യസ്തം എന്താ? തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിൽ തമിഴില് പല സ്ലാങ് ഉണ്ട്. ഇപ്പൊ കോയമ്പത്തൂർ പറഞ്ഞാൽ അതൊരു സ്ലാങ്, മധുര പറഞ്ഞാൽ അതൊരു സ്ലാങ്, പിന്നെ മെഡ്രാസ് പറഞ്ഞാൽ നോർത്ത് മെഡ്രാസ് ഒരു സ്ലാങ്. ഇന്നതുക്കാ അപ്പൊ ഇന്ന പണ്ടാ പുല്ലിങ്ക ബാ ഇന്ന കുച്ചിന് ഇന്ന പണിനിര ഇങ്ങനെയൊക്കെ ഇപ്പൊ സംസാരിക്കും തമിഴ്. ഇത് നോർത്ത് മെഡ്രാസ് സ്ലാങ് പറയുന്നത് ഇത് എങ്ങനെയാ? ഇന്നത്തെ ചൊല്ലി ഇത് ഇന്ന പണ്ടത് ചൊല്ല. അണ്ണാ തുണ്ണ നീയാ, അണ്ണാത്താ തുണ്ടൃതിയാ, ഉത്താങ്ങ തുണ്ണമ്പാ. അതാണ് തമിഴിൽ ഇന്നൊരു സ്ലാങ്. മനസ്സിൽ തൃശ്ശൂർ സ്ലാങ് എപ്പോഴും ഉണ്ട്. അതുണ്ട്. അത് പിന്നെ അത് മറക്കാൻ പറ്റുമോ? നമ്മുടെ ബ്ലഡ് അല്ലേ അത്. സാധാരണ ഒരു ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുമ്പോഴേ അതിനൊരു നേരത്തെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ എങ്ങനെ ഇത് അവസാനിപ്പിക്കണം എന്നൊരു ഇതാണ്. കാരണം ഞാൻ ഇപ്പോൾ ഇത്രയും സമയം സംസാരിക്കുമ്പോൾ ഭയങ്കര ലാളിത്യം. ഒരു ലെജൻഡിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് വളരെ ലളിതമായ വാക്കുകൾ, ഒരു ഒളിച്ചു വെക്കാനില്ലാതെ എല്ലാ കാര്യങ്ങളും പറയുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇനി ആശംസിക്കാൻ പറ്റുന്നത്
1000 സിനിമ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പെട്ടെന്നാവും, 900 ആയി. അപ്പോൾ പിന്നെ എന്താ പറയുക, എന്താ പറയുക എന്ന് നിങ്ങളെ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലേ? നമ്മൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ ഒല്ലൂർ അഞ്ചേരി സ്വദേശിനിയായ പറയാം, എന്തുവേണമെങ്കിലും പറഞ്ഞോളൂ, സാരമില്ല. സരളകുമാരി ഇന്റർവ്യൂ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നല്ലൊരു ഈ സന്ദർഭം എനിക്ക് ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് വഴിവെച്ച ജയറാമേട്ടനും പ്രത്യേകിച്ച് ജയറാം സാറിനും ഏട്ടനും ഞാൻ പറയില്ല, ജയറാം സാറിനും ഭയങ്കര നന്ദി പറയുകയാണ്.